ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. സഞ്ജു ടെക്കിക്കെതിരെ കേസെടുത്തതിന് ശേഷം ഈ കേസെടുത്തത് പോലും തനിക്ക് റീച്ച് കൂട്ടുകയാണ്. ഇത് തീർന്നില്ലേ? 10 ലക്ഷം രൂപ ചിലവാക്കിയാൽ പോലും ലഭിക്കാത്ത റീച്ച് തനിക്ക് കിട്ടി. ഇന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞാനിപ്പോ ടി വി നോക്കിയാലും ന്യൂസിൽ നോക്കിയാലും എവിടെ നോക്കിയാലും എന്നെ പറ്റി ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ ന്യൂസുകാരും മീഡിയ ആണെങ്കിലും വളച്ചൊടിച്ച് എനിക്കെതിരെ പറഞ്ഞോണ്ടിരിക്കുവാണ്. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായാലും എന്താണ് നമ്മുടെ റീച്ച് ഉണ്ടല്ലോ വേറെ ലെവല് റീച്ച് ആയി പോയി. സത്യം പറഞ്ഞ ഒരു 10 ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത റീച്ചാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. പാൻ ഇന്ത്യൻ ലെവല്. ഒരു കാവ്യ ഭംഗിക്ക് വേണ്ടി പറഞ്ഞതാ, അത് മനസ്സിലാക്കണ്ടേ, അതിന് ബോധം വേണ്ടേ. ഇത്തരത്തിൽ കേസെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പ്രതികരണം വരുന്നത് സമൂഹത്തിൽ തെറ്റായൊരു സന്ദേശം നൽകില്ലേ? എന്താണ് ഇപ്പോൾ വകുപ്പിന്റെ തീരുമാനം? അല്ലെങ്കിൽ ഇവരെ തങ്ങളുടെ ആശയങ്ങൾക്ക് ഒരു വിലയില്ലല്ലോ ഈ നാട്ടിൽ. ഇയാളുടെ ഈ വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിന്നെ ഒരു കാലത്തും ഞാൻ വെളിവിടത്തില്ല. മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ പൂർണ്ണമായും എടുത്ത നടപടിക്രമങ്ങൾ അത് എന്റെ മേൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ റിപ്പോർട്ടായിട്ട് നൽകിയിട്ടുണ്ട്. ഭരണകൂടങ്ങളുടെ കൊടും ഭീകരതകൾക്ക് മുമ്പിൽ ഒട്ടും മടിപതറാകുന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. എന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ ഈ ഹക്കീം പൊരുതും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടിട്ടുണ്ട്. അയ്യോ അതെന്ത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? മോട്ടോർ വാഹന നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന ഇത്തരം നടപടിക്രമങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ നാളെ താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറ.